വാർത്തകൾ തുടരുന്നു. അവസരവാദപരമായ നേട്ടങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണരുതെന്നും സിപിഎമ്മിന് വിദൂരമായ ലക്ഷ്യങ്ങളുണ്ടെന്നും കരുവാരക്കുണ്ടിൽ നിന്നും പാർട്ടി വിട്ടവർ അരികുപൊട്ടിയ പാത്രങ്ങളാണെന്നും സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ ഹംസ പറഞ്ഞു. കരുവാരക്കുണ്ട് മഞ്ഞൾപ്പാറയിൽ സിപിഎമ്മിൽ ചേർന്ന പ്രവർത്തകർക്ക് നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. സുഖസൗകര്യത്തിനോ അവസരവാദപരമായ നേട്ടങ്ങൾക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നിട്ട് കാര്യമില്ല. അതിന് വിദൂരമായ ചില ലക്ഷ്യങ്ങളും ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ. കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അവസരവാദികൾക്കും സാമ്പത്തിക മോഹികൾക്കും പറ്റിയ പാർട്ടിയല്ല സിപിഎം എന്ന് പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു. സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ടതിനെ തുടർന്നാണ് സ്വീകരണ യോഗം പാർട്ടി വിപുലീകരിച്ചത്. റെഡ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലുള്ള ശക്തി പ്രകടനത്തോടെയാണ് സ്വീകരണ യോഗത്തിന് തുടക്കമായത്. മഞ്ഞൾപ്പാറ, പാന്ത്ര ഭാഗങ്ങളിൽ കോൺഗ്രസ്, PDP പാർട്ടികളിൽ നിന്നും സിപിഎമ്മിൽ ചേർന്നവർക്കാണ് സ്വീകരണം നൽകിയത്. കോപ്പിലാൻ മുഹമ്മദ്, കുഞ്ഞി മുഹമ്മദ് പാന്ത്ര, പരപ്പൻ മുഹമ്മദ്, ബത്തേരി ഫിറോസ്, വട്ടം റഷീദ്, കോപ്പിലാൻ ലത്തീഫ്, മാടശ്ശേരി ലത്തീഫ്, പി ഷൌക്കത്ത് അലി എന്നിവരുടെ നേതൃത്വത്തിൽ 25 ആളുകളാണ് സിപിഎമ്മിൽ ചേർന്നത്. സ്വീകരണ യോഗത്തിൽ എം പോക്കർ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി രാധാകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടോം കെ തോമസ്, എം മുഹമ്മദ് മാസ്റ്റർ, കുഞ്ഞി മുഹമ്മദ് പാന്ത്ര, കെ മുരളി, AK സജ്ജാദ് ഹുസൈൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സിപിഎം പ്രവർത്തകർ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. കരുവാരക്കുണ്ടിൽ സിപിഎം വിട്ടവർ കൂട്ടത്തോടെ സിപിഐയിൽ ചേർന്നതോടെ ഇരു പാർട്ടികളും തമ്മിൽ ഭിന്നത രൂക്ഷമായി. കഴിഞ്ഞ നിയമസഭാ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് ഇരു പാർട്ടികളും രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഇരു പാർട്ടികളും ആരോപണങ്ങൾ ഉന്നയിച്ച് വാർത്താ സമ്മേളനങ്ങൾ വരെ വിളിച്ചു ചേർക്കുകയും പൊതുയോഗങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. സിപിഎം CPI പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാകുകയും CPI പ്രവർത്തകന് കാര്യമായ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കത്തിക്കുത്തിനിടെ പരിക്കേറ്റ AIYF പ്രവർത്തകൻ ദീർഘകാലമായി ചികിത്സയിൽ കഴിയുകയും ചെയ്തിരുന്നു. പാർട്ടി വിട്ടവർ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും CPIയിലാണ് ചേക്കേറുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് കപ്പിലാം തോട്ടത്തിൽ ഇരു പാർട്ടികളുടെയും കൊടിത്തോരണങ്ങൾ പരസ്പരം നശിപ്പിക്കുകയും ഇരുഭാഗത്തിനെതിരെയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. നാളിതുവരെ CPIക്ക് കമ്മിറ്റി ഇല്ലാതിരുന്ന തരിശിൽ പോലും CPI കമ്മിറ്റി വിളിച്ചു ചേർക്കുകയും ചെയ്തു. ഇതിൽ 37ഓളം ആളുകൾ പങ്കെടുത്തുവെന്നാണ് CPI നേതാക്കൾ പറയുന്നത്. ഇതിനിടയിൽ CPM വിട്ടവർക്ക് സ്വാഗതം അർപ്പിച്ച് CPI ലോക്കൽ കമ്മിറ്റി അടിച്ചിറക്കിയ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് CPIയുടെ വാദം. എന്തായാലും CPMന്റെ മുതിർന്ന നേതാക്കൾ CPIയിൽ എത്തിയതോടെ പഞ്ചായത്തിൽ CPIക്ക് ഉണർവ് വന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം കേരളത്തിലെ പ്രത്യേക സാമൂഹ്യ ചുറ്റുപാടുകൾ കണക്കിലെടുത്ത് 200 രൂപയാക്കണമെന്നും തൊഴിൽ ദിനം 100 എന്നത് 200 ആക്കി ഉയർത്തണമെന്നും MGN REGS വർക്കേഴ്സ് കോൺഗ്രസ് ചോക്കാട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. യോഗം ജില്ലാ പ്രസിഡന്റ് കരുണാകരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന യോഗത്തിൽ K രാമകൃഷ്ണൻ, ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ, മധു ജോസഫ്, C ഷൌക്കത്ത്, N രവീന്ദ്രൻ, ഷീബ രാമചന്ദ്രൻ, അന്നമ്മ മാത്യു, മുട്ടാറ സലീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണനും സെക്രട്ടറിയായി ഷീബ രാമചന്ദ്രനും ഉൾപ്പെടുന്ന 7-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. പൂക്കോട്ടുംപാടം ഹോം ചാരിറ്റബിൾ ട്രസ്റ്റും കോഴിക്കോട് മെഡിക്കൽ കോളേജ് 91ാമത് അലുമിനി അസോസിയേഷനും സംയുക്തമായി മാനസിക വൈകല്യമുള്ള കുട്ടികൾക്കായി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 17-ാം തീയതി രാവിലെ 9 മണി മുതൽ 5-ാം മൈൽ ഹോം സ്കൂളിൽ നടക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് MP മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ക്യാമ്പിൽ കാർഡിയോളജി, ജനറൽ മെഡിസിൻ, ENT, ഡെർമറ്റോളജി, പീഡിയാട്രി വിഭാഗത്തിലേത് കൂടാതെ പ്രമുഖ ഡോക്ടർമാർ പങ്കെടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 17-ാം തീയതി രാവിലെ 9 മണി മുതൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ നിർദ്ദേശപ്രകാരം ഡിസംബർ 11-ന്
മദ്രസ തലങ്ങളിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് 17-ാം തീയതി പൂക്കോട്ടുംപാടം നൂറുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയിൽ വൈകുന്നേരം 6:30 ഫരീദ് റഹ്മാനി കാളികാവ് മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അർദ്ധവാർഷിക പരീക്ഷയുടെ 8ാം ക്ലാസ് വരെയുള്ള ചോദ്യപേപ്പറുകൾ അതാത് BRCകളിൽ നിന്നും പ്രധാന അധ്യാപകർ 17-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കൈപ്പറ്റണമെന്ന് SSA പ്രോജക്ട് ഓഫീസർ അറിയിച്ചു. വിദ്യാലയ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് വണ്ടൂർ ഉപജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE, ICSE ബദൽ സ്കൂൾ പ്രധാന അധ്യാപകരുടെ യോഗം ഈ മാസം 17-ാം തീയതി വണ്ടൂർ BRCയിൽ ചേരുമെന്ന് അധികൃതർ അറിയിച്ചു. കമ്പോള നിലവാരം. ഗ്രേഡ് 4 വിഭാഗത്തിൽപ്പെട്ട റബ്ബറിന് കൊച്ചി മാർക്കറ്റിൽ ഇന്നത്തെ വില 198 രൂപ 50 പൈസ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ഗ്രാമിന് 2550 രൂപ, പവന് 20,400 രൂപ, വെള്ളി ഗ്രാമിന് 53 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പ്രധാന വാർത്തകളിലൂടെ ഒരിക്കൽ കൂടി. 4 വർഷം മുൻപ് വണ്ടൂർ വട്ടക്കളരിയിൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ തലയ്ക്കടിയേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതികൾക്ക് നേരെ അക്രമം. അക്രമത്തിൽ 2 പ്രതികൾക്ക് വെട്ടേറ്റു. അക്രമികൾ പുലിക്കോട്ടിൽ ഫയാസിന്റെ കൈ വെട്ടിമാറ്റി. മഞ്ചേരി കാരക്കുന്നിന് സമീപത്തു നിന്നാണ് പ്രതികൾക്ക് വെട്ടേറ്റത്. ഒരു തുള്ളി വെള്ളം പോലും ചുരത്താത്ത കുടിവെള്ള പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് വീണ്ടും ഫണ്ട് അനുവദിച്ചു. തുവ്വൂർ പഞ്ചായത്തിലെ ഏറാഞ്ചേരി ദളിത് കോളനിയിൽ സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിക്കാണ് വീണ്ടും തുക അനുവദിച്ചത്. പദ്ധതിയിൽ വിവാദം പുകയുന്നു. 2011 ഡോക്ടർ BR അംബേദ്കർ ഫെലോഷിപ്പ് കരുവാരക്കുണ്ട് സ്വദേശി M അപ്പുണ്ണി മാസ്റ്റർക്ക് സാഹിത്യ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ മികച്ച സേവനത്തിന് ന്യൂഡൽഹി ആസ്ഥാനമായുള്ള ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയാണ് അവാർഡ് വിതരണം ചെയ്തത്. കരുവാരക്കുണ്ടിൽ നിന്നും പാർട്ടി വിട്ടവർ അരികുപൊട്ടിയ പാത്രങ്ങളാണെന്ന് TK ഹംസ. കരുവാരക്കുണ്ട് മഞ്ഞൾപ്പാറയിൽ CPM സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.